അപ്പോൾ ഗൈസ് ഓട്ടോബോക്സിൻ്റെ നമ്മുടെ മിനി ഡ്രൈവ് ഫോഗ് ലാമ്പ് ഫിറ്റിംഗ് ആണ് ഇതിൻ്റെ അകത്ത് കാണിച്ചു തരാം. ഓക്കെ, ഹായ് ഗൈസ്, വെൽക്കം ടു ഹൗ ഡു സൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഓട്ടോബോക്സിൻ്റെ നമ്മുടെ മിനി ഡ്രൈവ് ഫോഗ് ലാമ്പ് വരുന്നില്ലേ, അത് ഇൻസ്റ്റാളിങ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിലത്തെ ഹെഡ് ലാമ്പ് 2 ആക്സിഡൻ്റ് ആയിട്ട് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നും കറക്റ്റ് പൊസിഷനും കാര്യങ്ങളും കറക്റ്റ് അല്ല. അപ്പോൾ ഡ്രൈവ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫോഗ് ലാമ്പ് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ ഈ നമ്പർ പ്ലേറ്റിൻ്റെ തൊട്ട് അടിയിലായിട്ടാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇനി വേണ്ടത് നമ്പർ പ്ലേറ്റിൻ്റെ സ്റ്റേ നമുക്ക് ഊരണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്റ്റേ ഊരാൻ വേണ്ടി നമ്പർ പ്ലേറ്റിൻ്റെ സ്റ്റേ ഊരാൻ വേണ്ടി 10ൻ്റെ സ്പാനറാണ് എടുത്തത്. നമുക്ക് 10ൻ്റെ സ്പാനർ ഇവിടെ അടിയിൽ നെട്ടുണ്ട്, നെട്ട് കൊണ്ട് ഓക്കെ. അപ്പോൾ നമ്പർ പ്ലേറ്റ് ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നമ്മളിത് ഇവിടെ ഇങ്ങനെ 2 ക്ലാമ്പ് വെച്ചിട്ട് ഫോഗ് ലാമ്പ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഹോണിൻ്റെ ഒക്കെ ക്ലാമ്പ് ഉണ്ടാവില്ലേ, അതാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇവിടെ ഇങ്ങനെ മേലെ ഒന്നും താഴെ ഓരോന്നിങ്ങനെ വെച്ചിട്ട് 2 10ൻ്റെ നെട്ടിട്ട് ടൈറ്റാക്കാനുള്ള ഉദ്ദേശമാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഫോഗ് ലാമ്പ് അടിയിലോട്ട് വെക്കുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒന്ന്, പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ക്ലാമ്പും കൂടി വെച്ചിട്ട് ഒരു നെട്ടെടുക്കാം. നെട്ടെടുത്തിട്ട് അതൊരു വാഷർ ഇതിൻ്റെ അടിയിൽ കൂടി ഇട്ട് ഓക്കെ. ദെൻ അടുത്ത ഒരെണ്ണം എടുക്കാം. അപ്പോൾ നമ്മളിവിടെ 4 ക്ലാമ്പ് ഇവിടെ സെറ്റ് ചെയ്ത് നല്ല ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഫോഗ് ലാമ്പ് ബോക്സിൽ നിന്ന് എടുക്കാം. ഇതാണ് നമ്മൾ ഓട്ടോബോക്സിൻ്റെ ഫോഗ് ലാമ്പ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു സ്വിച്ചും കണ്ടോ, ഓഫ് ഓണും ഒരു സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മിനി ഡ്രൈവ് ആയിട്ടുള്ള ഒരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഇത് അവർ പ്ലാസ്റ്റിക് ആണെന്നൊക്കെയാണ് ആമസോണിൽ കൊടുത്തത്, പക്ഷേ ഇത് മെറ്റലാണ് വന്നേക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് യെല്ലോയും വൈറ്റും ഉണ്ട്. അങ്ങനത്തെ 2 ലൈറ്റും പിന്നെ 2 അത് വെക്കാനുള്ള 2 ക്ലാമ്പും ഉണ്ട്. ഓക്കെ, പിന്നെ കമ്പനി അതിൻ്റെ അകത്ത് കൊടുത്തേക്കണേ നമ്മൾ ക്രാഷ് കാർഡിൽ ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കണത്. നമുക്ക് ക്രാഷ് കാർഡിൽ തുളയിട്ട് ഫിറ്റ് ചെയ്യാനില്ല, അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് വെക്കാനാണ്. 2 ഫോഗ് ലാമ്പും സൈഡിലോട്ട് മാറ്റി വെക്കാം, സ്വിച്ചും മാറ്റി വെക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യേണ്ടത് ഈ സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്ക് ഇവർ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കണ ഒരു പാക്കറ്റിൽ നിന്ന് നമുക്ക് ഇവരൊരു സ്ക്രൂ എടുക്കാം. ഒരു നട്ടും ബോൾട്ടും നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ട് ഓക്കെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇതിലിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ വരും. അപ്പോൾ അതിന് നമുക്കൊരു വാഷർ എടുത്തിട്ട് ആദ്യം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്ക് അടിഭാഗത്തുനിന്ന്, അതായത് ഇങ്ങനെയുള്ളെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് ഇങ്ങനെ സ്ക്രൂ കയറ്റി കൊടുത്തിട്ട് ഒരു വാഷർ ഇട്ടിട്ട് നമുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ നമ്പർ പ്ലേറ്റിൽ ഇവിടെ ഇങ്ങനെ വരാം. ഇവിടെ ഇങ്ങനെ 2 ക്ലാമ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് 2 ക്ലാമ്പ് വരാം.
ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഫോഗ് ലാമ്പ് നമുക്ക് ഒരു കറക്റ്റ് ഒരു പൊസിഷൻ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ അപ്പോൾ നമുക്ക് സ്ക്രൂ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഹോൾസിലോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ എന്നിട്ട് നമുക്ക് ഈ സൈഡ് സ്ക്രൂ നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ചെറിയൊരു ടൈറ്റ് വെക്കാം. കാര്യം നമുക്ക് രാത്രി വെച്ചതിന് ശേഷമാണ് നമുക്ക് കറക്റ്റ് ലൈറ്റിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയൊരു ടൈറ്റ് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ 2 ഫോഗ് ലൈറ്റും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മിനി ഡ്രൈവ് 2 സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്പർ നോക്കണ്ട, നമ്പർ ആക്സിഡൻ്റ് ആയി പോയതാണ്, പ്ലേറ്റ് മാറ്റി ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈക്കിൽ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ഫോഗ് ലൈറ്റിൻ്റെ പൊസിഷൻ. ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ വലുതായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് പുറത്ത് കാണത്തൊന്നുമില്ല. ഓക്കെയാണ്. ഇനി നമുക്ക് ഇതിന് ലൈനും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ആദ്യം സ്വിച്ച് വെക്കണം. സ്വിച്ച് ഞാൻ ഈ ലെഫ്റ്റ് സൈഡ് ബ്രേക്കിൻ്റെ ലിവറിൻ്റെ ഇടയിൽ കൂടെ വയറും കാര്യങ്ങളെല്ലാം ഇങ്ങനെ താത്തി കൊടുത്തിട്ട് ഇവിടെ നമുക്കിങ്ങനെ സ്വിച്ച് ഇങ്ങനെ മെല്ലെ ഇറക്കി കൊടുക്കാം. പക്ഷേ നമ്മൾ സ്വിച്ച് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് വയറിൻ്റെ കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ സ്വിച്ചിൻ്റെ 2 വയർ വരുന്നത്. ഫോഗ് ലാമ്പിൻ്റെ വയർ ഉള്ളിൽ കൂടെ എവിടെയും ടച്ച് ചെയ്യാണ്ട് കുടുങ്ങിപ്പോകാത്ത രീതിയിൽ ഉള്ളിൽ കൂടെ എടുത്ത് വലിച്ച് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് 2 വയറും. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നമുക്ക് ജോയിൻ ചെയ്യണം. നെഗറ്റീവും പോസിറ്റീവും നമുക്ക് ജോയിൻ ചെയ്യണം. ഓക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ കീ സെറ്റിൻ്റെ വയർ, അതായത് വണ്ടീൻ്റെ ഇഗ്നിഷൻ്റെ വയർ, കീ സോക്കറ്റിൻ്റെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ ലൈന് വരുന്നതെന്ന് വെച്ചാൽ ഈ വൈറ്റ് വയർ വരുന്നതെന്ന് വെച്ചാൽ എപ്പോഴും കറണ്ട് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഈ ബ്രൗൺ വയർ വരുന്നതെന്ന് വെച്ചാൽ കീ തിരിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇലക്ട്രിസിറ്റി പാസ്സാവുള്ളൂ. അപ്പോൾ നമുക്ക് ലൈൻ എടുക്കേണ്ടത് ഈ ബ്രൗണിൽ കൂടെയാണ്. എൻ്റെ സോക്കറ്റ് കുറച്ച് പഴയതായതുകൊണ്ട് അതിൻ്റെതായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വയറൊന്ന് കട്ട് ചെയ്യാണ്ട് ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ പ്ലഗ് അയച്ചിട്ട് അതിൻ്റെ ഇടയിലോട്ട് നമുക്കൊരു ഇതേപോലെ നീളത്തിലൊരു വയർ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ചെയ്തില്ലേ അതേപോലെ തന്നെ ബ്രൗൺ വയർ വരുന്ന ഇവിടെ നിന്ന് നമുക്ക് ഇതേപോലെ ഒരു വയർ എടുത്തിട്ട് ഇങ്ങനെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സോക്കറ്റ് എല്ലാം ഇറക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ ലൈന് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഇൻസുലേഷൻ ടാപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ചെയ്യണം. ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. കാര്യം ഒന്നാമത് ഞാൻ മുമ്പ് ഇങ്ങനെ ചെയ്തതാണ്. അതുമാത്രമല്ല ഇങ്ങനെ ലൈൻ എടുക്കുമ്പോൾ വലിഞ്ഞു പോകാണ്ടിരിക്കാനും പിന്നെ എവിടെയും പോയി ഇതായിട്ട് ഷോർട്ട് ആവാണ്ടിരിക്കാനും നല്ലതാണ്. ഓക്കെ എന്നിട്ട് നമുക്ക് ഇപ്പോൾ ബാറ്ററിയിൽ നിന്ന് എടുത്ത ലൈനിൻ്റെ കീ സെറ്റിൽ നിന്ന് എടുത്ത ലൈന് നമുക്ക് ഇവിടെ സ്വിച്ചിൻ്റെ 2 ലൈൻ ഉണ്ടല്ലോ, സ്വിച്ചിൻ്റെ ഗ്രീനും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. അപ്പോൾ ബ്ലാക്കിലോട്ടൊക്കെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് കുറച്ച് നന്നായിട്ടൊന്ന് ഇതാക്കിയിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിനൊന്ന് ഇൻസുലേഷൻ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ഇവിടെ ഈ ഗ്രീൻ വയർ ഉണ്ടല്ലോ സ്വിച്ചിൻ്റെ, അത് നമുക്ക് ഇതിൻ്റെ ഈ പോസിറ്റീവ് സ്വിച്ചിലോട്ടേക്ക് നമുക്ക് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഓക്കെ, ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് അവസാനം കൊടുക്കാനുള്ള ഫോഗ് ലൈറ്റ് എന്നുള്ള എർത്താണ് കൊടുക്കാനുള്ള നെഗറ്റീവ്. അപ്പോൾ ഞാൻ വയർ കൂടി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ, ജസ്റ്റ് ഒരു സിമ്പിൾ ലൈൻ വയർ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബോഡിയിലെ എർത്തും കാര്യങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഫോഗ് ലൈറ്റിൻ്റെ സ്വിച്ച് ഒന്ന് ഓണാക്കാം. എന്നിട്ട് എവിടെയാണ് എർത്ത് കിട്ടുന്നതെന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഷോക്ക് അബ്സോർബറിൻ്റെ ഇവിടെ എർത്ത് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ബോഡിയിൽ വേറെ എവിടെയാണ് എർത്ത് കിട്ടുന്നതെന്നുള്ള നല്ല സ്ഥലം വെറുതെ നോക്കാം. ഇവിടെ ഹോണിൻ്റെ എപ്പോഴും ഒരു നെഗറ്റീവ് വയർ ഉണ്ടാവും ഹോണിന്. അപ്പോൾ ഏതെങ്കിലും ഒരു ലൈൻ ഊരി നോക്കാം.
എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. ഇല്ല, കത്തണില്ല. ഓക്കെ, തിരിച്ചിടാം. അതേപോലെ തന്നെ ഒരു വയർ ദൂരം അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ കത്തി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിനി ഇനി ഹോണിൻ്റെ വയറിലോട്ട് ഇത് നന്നായി തിരിച്ചു കൊടുത്തതിന് ശേഷം ഹോണിൻ്റെ വയറിൻ്റെ ഉള്ളിലോട്ടേക്ക് നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഹോണിൻ്റെ ചെറിയ ഹോൾസ് കണ്ടല്ലോ, ഹോൾസിൻ്റെ ഉള്ളിലോട്ടേക്ക് ഈ ഹോണിൻ്റെ കുഞ്ഞു ഹോൾസിൻ്റെ ഉള്ളിലോട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ടിട്ട് അറ്റം മാത്രം ഒന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം, കുറച്ച് ഫ്രീ ആയിട്ട്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ക്യാപ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അവിടെ ഫിക്സായി. ഓക്കെ, ഇതാണ് നമ്മളെ ഫോഗ് ലൈറ്റ്. അപ്പോൾ ഗൈസ് നമ്മൾ ചെയ്ത് വന്നപ്പോഴേക്കും കുറച്ച് ഇരുട്ടായിപ്പോയി. അപ്പോൾ വയറിങ് കാര്യങ്ങളെല്ലാം ഫുൾ ഇൻസുലേഷൻ ചെയ്ത് ടാപ്പെല്ലാം ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എവിടെയും കൊളുത്തി വലിയാത്ത രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എവിടെ നല്ല നീറ്റായിട്ട് തന്നെ വെക്കണം, വയറിങ് കാര്യങ്ങളും വേറെ ഷോർട്ട് ആവാത്ത രീതിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ലൈറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളുടെ ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്ത് വണ്ടീൻ്റെ ഫോഗ് ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സ്വിച്ച് ഓൺ ആക്കി നോക്കാം. ഓക്കെ, ഗൈസ് ഇതാണ് നമ്മൾ മഞ്ഞ ലൈറ്റ് വരുന്നത്. ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓഫാക്കി ഓണാക്കുമ്പോൾ വൈറ്റ് വന്ന്, ജസ്റ്റ് ഒന്ന് ഓഫാക്കി ഓണാക്കുമ്പോൾ യെല്ലോയും വന്ന് വൈറ്റും വന്ന്, പിന്നെ ഒന്ന് ഓഫാക്കി ഓണാക്കുമ്പോൾ ഫ്ലിക്കറിങ് ആയിട്ട് 2 ലൈറ്റും വന്നു. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മളെ എല്ലാം. അത്യാവശ്യം കുഴപ്പമില്ല. നമ്മളൊന്ന് അലൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം ലൈറ്റും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒന്നും കൂടി ഓഫാക്കി ഓണാക്കിയാൽ വൈറ്റ് കിട്ടും. അത്യാവശ്യം നല്ല വെളിച്ചം തന്നെ കേട്ടോ. ഈ പ്രൈസിങ്ങിന് ആമസോണിൽ അത്യാവശ്യം നല്ല വെളിച്ചം തരുന്ന മിനി ഡ്രൈവാണ് വരുന്നത്. ഇത് ആമസോണിൽ ഇപ്പോൾ ഓഫർ ടൈമിൽ 370 സംതിങ് ആണ് ഞാൻ കണ്ടത്. ഇത് ഓഫർ കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുന്നത്, എന്നാലും 400 ഉള്ളിൽ ചെറുത് നമുക്ക് നല്ലൊരു മിനി ഡ്രൈവ് ഫോഗ് ലാമ്പ് കിട്ടുമ്പോൾ ഏറ്റവും നല്ലൊരു ഫോഗ് ലാമ്പായിട്ടാണ് എനിക്ക് നല്ല എക്സ്പീരിയൻസ് തോന്നിയത്. ഇനിയിപ്പോൾ എത്ര നാൾ ഇതിൻ്റെ ലൈഫ് കിട്ടുമെന്നും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഇപ്പോഴത്തെ നിലവിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് ചെറുതായിട്ട് ഹീറ്റ് ആവുന്നുണ്ട്. ഫാനും കാര്യങ്ങളൊന്നുമില്ല, അലൂമിനിയം ബോഡിയാണ് വന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ വീഡിയോയിലെ പോരായ്മകളും കാര്യങ്ങളൊക്കെ ആരും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. എങ്ങനെയൊക്കെയാണ് ഇതെല്ലാം ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അല്ലേ അതൊന്ന് ഇടിച്ചു കൊടുക്കുക. ഓക്കെ, ബൈ.